ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അക്കൗണ്ടൻസിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ആദ്യമായിട്ട് ഞാൻ എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിനി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന നിങ്ങളുടെ +1 കൊമേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം ഡിസ്കസ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കൊമേഴ്സ് സ്ട്രീം തിരഞ്ഞെടുത്ത നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അല്ലേ. ഓക്കെ, കൊമേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഏരിയയിൽ നിങ്ങൾക്കുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ള ഒരു മേഖല എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണെന്ന് ഞാൻ പറയും. അതൊരു ഉദാഹരണത്തിലൂടെ എനിക്ക് വ്യക്തമാക്കാൻ പറ്റും അല്ലേ. സപ്പോസ് നിങ്ങൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയാണെന്ന് കരുതുക. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരം എന്ന് പറയുന്നത് ആ മേഖലയിൽ മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ മാത്രമേ ജോലി നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് ആ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി നോക്കാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, പക്ഷേ ഏത് സ്ഥാപനമായാലും അവിടെ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ ആവശ്യം ഉണ്ടായി വരും, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലൊക്കെ പോയി ജോലിയെടുക്കുന്ന ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിനപ്പുറത്തേക്ക് നിങ്ങൾ പ്രൊഫഷണൽ മേഖല ചൂസ് ചെയ്യുകയാണെങ്കിൽ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങളാണ്. CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, CMA സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ACCA, അതുപോലെ തന്നെ കമ്പനി CS കമ്പനി സെക്രട്ടറിഷിപ്പ്, അതുകൂടാതെ വിദേശ രാജ്യങ്ങളിലുള്ള ഇപ്പോൾ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള CPA സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്, അതുപോലെ അമേരിക്കയുടെ CMA, ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ CA പോലെയുള്ളൊരു പ്രൊഫഷണൽ കോഴ്സ്, അല്ലെങ്കിൽ CPA അല്ലെങ്കിൽ CMA പോലെയുള്ളൊരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഡിഗ്നിറ്റി, അതിനുള്ള ഒരു പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ഇമേജ് എന്ന് പറയുന്നത് ഒരു പക്ഷേ MBBS കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഡോക്ടറേക്കാൾ അപ്പുറത്തേക്കാണ് അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ വരുമാനം ഒരു പക്ഷേ ഒരു CA-കാരനും അല്ലെങ്കിൽ അതുപോലെ CMA എടുത്ത ഒരാൾക്കും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങളാണ്, അവസരങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. ബട്ട് റിമെമ്പർ വൺ തിങ്, ദിസ് ഓപ്പർച്യൂണിറ്റീസ് വിൽ നോട്ട് കം ടു യു, യു വിൽ ഹാവ് ടു ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ്. അത് നിങ്ങളെ തേടി വരുമെന്ന് വിചാരിച്ച് നിങ്ങൾക്കിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തില്ല അല്ലേ. പിന്നെ എന്ത് ചെയ്യണം? യെസ്, നിങ്ങൾ അന്വേഷിച്ച് അവിടെ എത്തണം, അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ പരിശ്രമിച്ച് നല്ല ഒരു നിലയിലെത്തുമെന്ന് ഞാൻ ആദ്യം തന്നെ ആഗ്രഹിക്കുകയാണ്, അതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ത്രൂ ദിസ് ഓൺലൈൻ platform we will try to learn the accounting process of a business organization. We will learn how we can understand the accounting works of a business organization. So accounting എങ്ങനെയാണെന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചില അടിസ്ഥാന പദങ്ങൾ, ടേംസ്, അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. ഓക്കെ, കൊമേഴ്സ് എന്ന് പറയുന്ന ഈ പുതിയ സ്ട്രീം, നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ പുതിയ സ്ട്രീം കോഴ്സ് നിങ്ങളെ സംബന്ധിച്ചോളം പുതിയതാണ്, മിക്കവാറും എല്ലാ ആൾക്കാരെയും സംബന്ധിച്ചോളം പുതിയതാണ് അല്ലേ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് പഠിക്കുന്നതിന് മുമ്പ്, അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. Okay, so you learn these basic things in your first chapter called Introduction to Accounting. Introduction to Accounting എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്ററിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ഇന്ന് നമുക്ക്
അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് എന്താണെന്ന് ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യാം. യു വിൽ ട്രൈ ടു ലേൺ ദ മീനിങ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന പദം, അതിൻ്റെ മീനിങ് ഐ തിങ്ക് എവറിബഡി നോസ്. എല്ലാവർക്കും അറിയാം. അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് ആരും പറയില്ല, അല്ലേ? ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ലൈക്ക് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ഓർഗനൈസേഷൻ. അങ്ങനെ നിങ്ങൾ പറയും, അല്ലേ? അക്കൗണ്ടിങ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും അതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് അറിയാത്തവരായിട്ട് ആരുമില്ല. ശരിയല്ലേ? അങ്ങനെയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത് തന്നെയാണ് അക്കൗണ്ടിങ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് അല്ലാതെ വേറൊരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തി വെക്കും. സാധാരണഗതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അതുതന്നെയാണ് അക്കൗണ്ടിങ്. പക്ഷേ ഒരു അക്കൗണ്ടിങ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നിങ്ങൾ അത് മാത്രം മനസ്സിലാക്കിയ പോലെ, കാരണം അത് മാത്രമല്ല അക്കൗണ്ടിങ് ചെയ്യുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഒന്നുകൂടി വൈഡായിട്ടുണ്ട്. അതിനൊരു പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. പ്രാധാന്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രവർത്തന മേഖല വ്യാപിക്കുകയാണ്, അല്ലേ? ഓക്കെ. ബിസിനസ് മേഖലയിൽ ഒരുപാട് സ്വാധീനമുള്ള, ഒരുപാട് പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ വിൽ ലേൺ ദ മീനിങ് ഓഫ് അക്കൗണ്ടിങ് ടുഡേ. സാധാരണ മീനിങ് പഠിക്കാനായിട്ട് നമ്മൾ ഡെഫിനിഷൻസിലേക്കാണ് പോകാറ്, അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബുക്സുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡെഫിനിഷൻസ് കാണാൻ സാധിക്കും. എല്ലാം അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചത് തന്നെയാണ്, അല്ലേ? ഓക്കെ. നമ്മൾ എല്ലാ ഡെഫിനിഷൻസിലൂടെ പോകുന്നില്ല. നമുക്ക് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങൾ NCERT ബുക്ക് പ്രകാരം കൊടുത്തിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. അതിലൂടെ നമ്മൾ അക്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ. സോ വിൽ ലേൺ അക്കൗണ്ടിങ് ആസ് accounting can be defined as the process of, it's a process. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രക്രിയ, അല്ലേ? ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയ്യേണ്ട പല പ്രവർത്തനങ്ങളെ നമ്മൾ പ്രോസസ്സ് എന്ന് പറയും. പ്രക്രിയ, പ്രവർത്തനങ്ങൾ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ പ്രവർത്തനങ്ങളാണ്. പ്രോസസ് ഓഫ് ഏതൊക്കെ പ്രവർത്തനങ്ങൾ? അതിനുശേഷം പറയുന്നു ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ പ്രവർത്തനത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. വാട്ട് ഈസ് ഐഡൻറ്റിഫൈയിങ്? ഐഡൻറ്റിഫൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തുന്നു, അല്ലേ? എന്താണ് ഇവിടെ കണ്ടെത്തുന്നത്? നിങ്ങൾ നേരത്തെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ മീനിങ് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി സാമ്പത്തിക ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാമെന്നല്ലേ? ഓക്കെ. അപ്പോൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? കണ്ടെത്തണം, അല്ലേ? ഓക്കെ. അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ ആദ്യം എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. കണ്ടെത്തി കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു മെഷർ ഇറ്റ്. മെഷറിങ്, അളക്കുക, അല്ലേ? അപ്പോൾ നിങ്ങളൊരു ടേപ്പ് കൊടുന്ന് സാമ്പത്തിക ഇടപാടുകൾ അളക്കുമോ? എന്തുകൊണ്ടാണ്, എന്താണ് മെഷറിങ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് സിംപ്ലി മീൻസ് മെഷർമെൻറ്റ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളന്ന് തിട്ടപ്പെടുത്തുക. എത്ര വാല്യൂ ആണ് ആ ഇടപാടാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കച്ചവടം നടക്കുകയാണ്, അത് എത്ര വാല്യൂൻ്റെ കച്ചവടമാണ്? നമ്മൾ പറയുകയാണ് 10,000 രൂപയുടെ കച്ചവടം എന്ന് പറയുമ്പോൾ 10,000 അതിൻ്റെ വാല്യൂ, അതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഒരു 25,000 രൂപയുടെ സാധനങ്ങൾ മേടിച്ചു, 25,000, കൃത്യമായിട്ട് നമുക്കതിൻ്റെ വാല്യൂ അളക്കാൻ പറ്റുന്നു, അല്ലേ? ഓക്കെ. അപ്പോൾ ഇടപാട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എത്ര രൂപയുടേതാണെന്ന് നമ്മൾ മെഷർ ചെയ്യും. ദെൻ മെഷർമെൻറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി എന്താണ്? റെക്കോർഡിംഗ് ആണ്. അത് രേഖപ്പെടുത്തി വെക്കണം, അല്ലേ? ഒന്നെങ്കിൽ നിങ്ങൾ ബുക്സിൽ എഴുതി വെക്കുന്നു, മാനുവലായിട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ നിങ്ങൾ ആദ്യം കണ്ടെത്തുന്നു, പിന്നെ അത് എത്ര രൂപയുടേതാണെന്ന് മനസ്സിലാക്കുന്നു, മെഷർ ചെയ്യുന്നു, പിന്നീട് അത് രേഖപ്പെടുത്തി വെക്കുന്നു. ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ട് മാത്രം വല്ല കാര്യമുണ്ടോ? വെറുതെ കുറേ പുസ്തകത്തിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ട് മാത്രം കാര്യമില്ല, അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ രേഖപ്പെടുത്തി വെച്ച വിവരങ്ങൾ നീഡ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആശയവിനിമയം നടത്തുക, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ.
ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് വിവരങ്ങൾ കൈമാറുന്നതാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് പറയുന്നത് അല്ലേ. ഈ വിവരങ്ങൾ, രേഖപ്പെടുത്തി വെച്ച വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? അത് ആവശ്യമുള്ള ആൾക്കാർക്ക്. ഇപ്പം അങ്ങനെ മനസ്സിലാക്കുക അല്ലേ. ഓക്കെ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ പ്രവർത്തനങ്ങളൊക്കെയാണ്. ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇങ്ങനെ മാത്രം പറഞ്ഞാൽ അത് ക്ലിയർ ആവുമോ? എന്ത് എന്നും കൂടി പറയണം അല്ലേ. ഓക്കെ. അപ്പോൾ ഈ ഡെഫിനിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി ചേർക്കുകയാണ് അല്ലേ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് മെഷർ ചെയ്യുന്നത്, എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? റിക്വേർഡ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ എക്കണോമിക് ഇവൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. റിക്വേർഡ് ഇൻഫർമേഷൻ, ആവശ്യമുള്ള വിവരങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട? റിലേറ്റിംഗ് ടു ദ എക്കണോമിക് ഇവൻറ്റ്സ്, സാമ്പത്തിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമുള്ള വിവരങ്ങൾ. ആരുടെ? ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൻ്റെ. ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് സ്ഥാപനം. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എക്കണോമിക് ഇവൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമുള്ള വിവരങ്ങൾ, അതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. ഇപ്പോൾ എക്കണോമിക് ഇവൻറ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഇവൻറ്റ് എന്ന് പറയുമ്പോൾ സംഭവങ്ങൾ അല്ലേ. ഓക്കെ. ബിസിനസ്സിൽ അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളെയാണ്, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസെയാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ എക്കണോമിക് ഇവൻറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അതിനുശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആർക്കാണ് എന്നും കൂടി പറഞ്ഞാൽ ഡെഫിനിഷൻ പൂർണ്ണമാവുള്ളൂ അല്ലേ. ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്? അത് ആവശ്യമുള്ള, അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക്. ടു ദ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് സച്ച് ഇൻഫർമേഷൻ. ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു? ടു ദ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്, താല്പര്യമുള്ള ഉപയോക്താക്കൾ, അതാവശ്യമുള്ള, ഈ ഇൻഫർമേഷൻ ആവശ്യമുള്ള, അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഓഫ് സച്ച് ഇൻഫർമേഷൻ. അപ്പോൾ അതിൽ താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക്, ആ ഇൻഫർമേഷനിൽ താല്പര്യമുള്ള ഉപയോക്താക്കൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണെന്ത്? അക്കൗണ്ട്. ഇപ്പോൾ ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്, ഈ ഇൻഫർമേഷനിൽ താല്പര്യമുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ആരാണ്? ബിസിനസ്സിൻ്റെ മാനേജേഴ്സ് അല്ലേ. ബിസിനസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ഈ വിവരം കിട്ടണം അല്ലേ. എന്താണ് ബിസിനസ്സിൻ്റെ അവസ്ഥ, എത്ര ലാഭമുണ്ടാക്കുന്നു, എത്ര നഷ്ടമുണ്ടാക്കുന്നു, ഈ വിവരങ്ങൾ അറിഞ്ഞാൽ അവർക്ക് ബിസിനസ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഓണേഴ്സ്, ബിസിനസ്സിൻ്റെ മുതലാളിമാർക്ക്, അവർക്ക് ബിസിനസ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം അല്ലേ. ഓക്കെ. അവർക്ക് അക്കൗണ്ടിങ് റിപ്പോർട്ട്സായിട്ട് ഈ വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഈ ഡെഫിനിഷനെ എങ്ങനെ മനസ്സിലാക്കാം? ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തുകയും അത് അളക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും അതിനുശേഷം അത് ആവശ്യമുള്ള ആൾക്കാരിലേക്ക് ആശയവിനിമയം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് അക്കൗണ്ട്. I think the definition is very clear to you. Okay, so accounting can be defined as the process of identifying, the process of identifying, measuring, recording and communicating required information relating to the economic events of an organization to the interested users of such information. Fine. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നമ്മളിവിടെ വെച്ച് നിർത്താൻ പോകുന്നില്ല. ഇതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ മുടിനാര് ഇഴ കീറി പരിശോധിക്കുക എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പരിശോധിക്കണം. കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പോകുന്ന ഒരു രീതി ഫോളോ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഓക്കെ. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. മറ്റുള്ള സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അക്കൗണ്ടിങ്. അത് മാത്തമാറ്റിക്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കൂട്ടാനും കഴിക്കാനും മാത്രം അറിഞ്ഞാൽ മതി. അതിനപ്പുറത്തേക്ക് അത് ലോജിക്കലാണ്. അപ്പോൾ കാര്യങ്ങൾ നല്ല രൂപത്തിൽ സാധാരണ രീതിയിൽ മനസ്സിലാക്കി അത് ചെയ്യാൻ ശ്രമിച്ചാൽ ദിസ് ടോപ്പിക് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പ്രാക്ടീസ് മേക്സ് എ പെർഫെക്റ്റ് അക്കൗണ്ടൻ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൽ പ്രധാനം.
അപ്പോൾ അത് മനസ്സിലാക്കി പിന്നീട് അത് പ്രാക്ടീസ് ചെയ്താൽ, അത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, കൂടുതൽ അത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അക്കൗണ്ട്സിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷനിൽ പറഞ്ഞു അല്ലേ, ഈ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കാം. ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, ഞാനതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യം അക്കൗണ്ടിങ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ്, ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിങ്, കമ്മ്യൂണിക്കേറ്റ്. ഈ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണ്ടേ, അപ്പോഴേ നിങ്ങൾക്ക് അക്കൗണ്ടിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫൈയിങ് എന്താണ്, മെഷറിങ് എന്താണ്, റെക്കോർഡിങ് എന്താണ്, കമ്മ്യൂണിക്കേറ്റിംഗ് എന്താണ്, അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം, വേണ്ടേ. അതുപോലെ എക്കണോമിക് ഇവൻറ്റ്സ്, ഈ കാര്യങ്ങളെല്ലാം എക്കണോമിക് ഇവൻറ്റുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള വിവരങ്ങളാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നതൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ എക്കണോമിക് ഇവൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണം. ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ധാരണ മാത്രമേ ഉള്ളൂ, അത് മാറ്റി പൂർണ്ണമായിട്ട് അത് മനസ്സിലാകും. ശരിയല്ലേ. ഓക്കെ, അപ്പോൾ എക്കണോമിക് എന്താണ്, ഇവൻ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നീട് ഓർഗനൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അത് എളുപ്പമാണ്. ബിസിനസ് സ്ഥാപനത്തെയാണ് ഓർഗനൈസേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ആർക്കാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്, താല്പര്യമുള്ള ഉപയോക്താക്കൾ ആരാണെന്നും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. വിൽ ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ഐഡൻറ്റിഫൈയിങ്, വി വിൽ try to learn what is measuring, what is recording, and what is communication. Also, we will try to understand the meaning of economic events, organization, and interested uses of such information. I think it's enough for the day. So, it's bye from me. Take care and have a nice day. Thank you.